ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക്. അപ്പോൾ നമ്മൾ ആ ദുഃഖ വാർത്ത അനൗൺസ് ചെയ്യാണ്. ഒഫീഷ്യലി ഓക്സിജൻ OS ഈസ് ഡെഡ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു. അതായത് ഓക്സിജൻ OS ചിലപ്പോൾ നിർത്തലാക്കും എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അന്ന് കുറച്ച് റൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ OnePlus തന്നെ അവരുടെ ഒരു ഡീറ്റെയിൽഡ് പ്രസ് റിലീസ് വഴി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓക്സിജൻ OS ഈസ് നോ മോർ. ഇനി മുതൽ നമുക്ക് ഓക്സിജൻ OS ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ദുഃഖ വാർത്ത തന്നെ ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു UI ആണ് ഓക്സിജൻ OS. പണ്ട് മുതൽ തന്നെ OnePlusന്റെ ആദ്യത്തെ ഡിവൈസ് അനൗൺസ് ചെയ്ത മുതൽ ആ ഒരു ഓക്സിജൻ OS, അന്ന് ഓക്സിജൻ OS ആയിരുന്നില്ല, എന്നാലും അവരുടെ UIക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു OnePlusന്റെ. പിന്നീട് അത് ഓക്സിജൻ OS തന്നെ ഒരുപാട് റിഫൈൻമെന്റ് വന്നു. പിന്നെ ഒരു 3-4 വർഷം മുമ്പേ അത് കളർ OSified എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കളർ OSലേക്ക് മാറി. എന്നാൽ അപ്പോഴും ബേസ് കോഡ് ഓക്സിജൻ OSന്റെ ഇനി ആയിരുന്നു. കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏറെക്കുറെ അത് ഓക്സിജൻ OS കളർ OSലേക്ക് മാറിയായിരുന്നു. ഇപ്പോൾ ആ ഒരു ചേഞ്ച് കംപ്ലീറ്റ്ലി പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി മുതൽ OnePlusന്റെ ഫോണിൽ കളർ OS ആണ്. അതിൽ ഇനി സംശയമൊന്നുമില്ല. അപ്പോൾ ദി എൻഡ് ഓഫ് ഓക്സിജൻ OS, ദി എൻഡ് ഓഫ് എൻ ഇറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട ഒരു UI കൂടിയാണ് ഓക്സിജൻ OS. അപ്പോൾ ഇതോടുകൂടി അത് അവസാനിച്ചു എന്ന് പറയാം. അപ്പോൾ ഇനി എന്തായിരിക്കും ഭാവി എന്നുള്ളതായിരിക്കും ഒരുപാട് പേർക്കുള്ള ഡൗട്ട്. ഇപ്പോൾ ഒരുപാട് പേര് OnePlus ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇറങ്ങുന്ന ഫോൺസ്, OnePlusന്റെ ഫോൺസ് എല്ലാം തന്നെ കളർ OSൽ ഇറങ്ങുള്ളൂ, ഓക്സിജൻ OS ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോഴുള്ള ഡിവൈസിൽ എന്തായിരിക്കും ഭാവി എന്നുള്ളതാണ്. കാരണം OnePlusന്റെ ഒരുപാട് ഡിവൈസിൽ 4 വർഷത്തെ 5 വർഷത്തേക്ക് അപ്ഡേറ്റ് സൈക്കിൾ ഇനി പെൻഡിങ് ഉണ്ട്. കാരണം ഈ വർഷം ഇറങ്ങിയ ഓക്സിജൻ OS OnePlus 15 ഇനി 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസ് അതിൽ കഴിഞ്ഞ വർഷം ഇറങ്ങി OnePlus 13 ആണെങ്കിലും OnePlus 13R, OnePlus 15R, Nord 5, Nord 6 ഇതിനൊക്കെ ഇനി അപ്ഡേറ്റ് സൈക്കിൾ പെൻഡിങ് ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഭാവി എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ഡിവൈസ് എല്ലാം തന്നെ നെക്സ്റ്റ് മേജർ അപ്ഡേറ്റ് പ്രോബ്ലി ആൻഡ്രോയിഡ് 17 ആയിരിക്കും. ആൻഡ്രോയിഡ് 17 വരുമ്പോൾ അത് കളർ OSലേക്ക് പോകുന്നതാണ് ഏറെക്കുറെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിന്റെ ഒരു സ്കെഡ്യൂള് ഇതുവരെ OnePlus ഇറക്കിയിട്ടില്ല. എന്നാലും നമുക്ക് ഒരു പേഴ്സണൽ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഏറെക്കുറെ ഓക്സിജൻ OSന്റെ ആൻഡ്രോയിഡ് 17ന്റെ അപ്ഡേറ്റ് വരുമ്പോൾ, അതായത് ഈ വർഷം അവസാനത്തോടുകൂടി വരുമല്ലോ, അല്ലെങ്കിൽ പ്രോബ്ലി 2 മാസത്തിനുള്ളിലൊക്കെ അപ്ഡേറ്റ്സ് വരാൻ തുടങ്ങും. ആ ഒരു അപ്ഡേറ്റ് പ്രോബ്ലി കളർ OS ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ കളർ OS 17 ബേസ്ഡ് ആയിരിക്കും. പക്ഷെ കളർ OS 17 ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ അതായിരിക്കും ബാക്കിയുള്ള OnePlus ഡിവൈസസിലും കൂടി വരും. അപ്പൊ നോർഡ് ആണെങ്കിലും 15R ആണെങ്കിലും 13R ആണെങ്കിലും 13, 15 ഏതൊക്കെ OnePlusന്റെ ഓക്സിജൻ OS ഡിവൈസസ് ഉണ്ട് അതെല്ലാം തന്നെ കളർ OSലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിന്റെ ഒരു റോൾ ഔട്ട് പ്ലാൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും കളർ OS ആയിരിക്കും ഇനി മുതൽ ഉള്ള അപ്ഡേറ്റ്സ് എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ റൂമേഴ്സ് ഒക്കെ തുടങ്ങിയത് ഏർലി ദിസ് ഇയർ ആണ്. അറൗണ്ട് ജാൻ-ഫെബിലൊക്കെയാണ് ഈ റൂമേഴ്സ് സ്ട്രോങ് ആയത്. OnePlus ഷട്ട് ഡൗൺ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് OnePlus ഇതൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞ OnePlus ഈസ് ഗോയിങ് ത്രൂ എ ബാഡ് ഫേസ്. അതായത് സെയിൽസ് ഒക്കെ ഡൗൺ ആണ്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നോർത്ത് അമേരിക്കയും യൂറോപ്പും, അതായത് അമേരിക്കയും യൂറോപ്പിലെയും അവര് സെയിൽസ് കംപ്ലീറ്റ്ലി നിർത്തലാക്കി. അതായത് OnePlus ഈസ് ഷട്ടിങ് ഡൗൺ. ഇനി മുതൽ OnePlus US-ഉം യൂറോപ്പ് മാർക്കറ്റിലും ഉണ്ടാവില്ല എന്നുള്ളത് കൺഫേം ആയി. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ഇന്ത്യയിൽ എന്തായിരിക്കും. ഇന്ത്യയിലെ ഓപ്പറേഷൻ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഒരു മാറ്റമൊന്നുമില്ല. അപ്പോൾ OnePlus ഇന്ത്യയും ചൈനയും ഒരു മാറ്റവും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകും തന്നെയാണ് OnePlus പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇന്ത്യൻ ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഈ റൂമർ വന്നതിന് ശേഷം OnePlusന്റെ Nord 6 വന്നു, Nord CE6 വന്നു, അതേപോലെ N6 വന്നു. അപ്പോൾ ഇൻഫാക്ട് Nord CE6 ലൈറ്റ് വന്നു. 4 ഡിവൈസും ഒരു ടാബ്ലറ്റും ഇയർഫോണും ഒക്കെ ഇറക്കി ഈ റൂമർ വന്നതിന് ശേഷം. അപ്പം OnePlus ഇന്ത്യ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. അതിന്റെ ഇടയിൽ ഒരു റൂമർ വന്നു 2027 OnePlus ഇന്ത്യ ഷട്ട് ഡൗൺ ചെയ്യും എന്നൊക്കെയുള്ള റൂമർ. അപ്പൊ അതും ആസ് ഓഫ് നൗ നമുക്ക് റൂമർ ആയിട്ട് തന്നെ പറയാൻ പറ്റില്ല. OnePlus അത് സ്ട്രോങ്ലി റിജക്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഇപ്പോ ഇത്രേ പറയാൻ പറ്റുള്ളൂ. എന്തായിരിക്കും ഭാവി എന്ന് നമുക്കറിയില്ല. എന്നാലും OnePlus
അവർ ഇന്ത്യൻ ഓപ്പറേഷൻസ് കണ്ടിന്യൂ തന്നെ ചെയ്യും, ഒരു വേറെ ഇഷ്യൂസ് ഇല്ല. പക്ഷേ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സർവീസ് സെൻറ്റേഴ്സ് ഓപ്പോൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ആയിരിക്കും ഇനി യൂസ് ചെയ്യുക. അതായത് OnePlusന്റെ ഒഫീഷ്യൽ സർവീസ് സെൻറ്റേഴ്സ് ആയിരിക്കില്ല, ഓപ്പോൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ആയിരിക്കും. അതിനൊപ്പം തന്നെ OnePlusന്റെ സ്റ്റോഴ്സ് എല്ലാം തന്നെ ക്ലോസ് ഡൗൺ ചെയ്യും. അവർ ഓൺലൈൻ ഓൺലി മോഡലിലേക്കും, അതായത് ആമസോണിലും OnePlusന്റെ വെബ്സൈറ്റിലും മാത്രമായിരിക്കും ഉണ്ടാവുക, സ്റ്റോറിലും ഉണ്ടാവില്ല. ഒഫീഷ്യൽ അവരുടെ എന്താ പറയുക എക്സ്ക്ലൂസീവ് ഷോസ് ഉണ്ടായിരുന്നല്ലോ, സ്റ്റോഴ്സ്, അതും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് പറയുക. അപ്പോൾ OnePlus ഫോൺ വാങ്ങണമെങ്കിൽ ആമസോണോ അല്ലെങ്കിൽ OnePlusന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്സ്. അപ്പോൾ ബേസിക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കളർ വോയിസ് ആയിരിക്കും ഇനി എല്ലാ ഡിവൈസിലും വരിക, ഓക്സിജൻ വോയിസ് ഉണ്ടാവില്ല എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. OnePlus ഇന്ത്യയിലും ചൈനയിലും ഓപ്പറേഷൻസിൽ മാറ്റമൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് തൽക്കാലം വിശ്വസിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഭാവി എന്താവും നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള ന്യൂസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു എന്താ പറയുക ദുഃഖമുള്ള വാർത്ത സത്യം പറഞ്ഞാൽ ഓക്സിജൻ വോയിസ് ഷട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് പേഴ്സണലി എനിക്കും വളരെ ഒരു ക്ലോസ് ആയ ഒരു OS ആയിരുന്നു ഓക്സിജൻ വോയിസ്. വളരെ സ്മൂത്തും വളരെ ഒപ്റ്റിമൈസ്ഡ് ഒക്കെ ആയിരുന്നു. എന്നാൽ അതിന് സന്തോഷ വാർത്ത എന്താ വെച്ചാൽ അത് കളർ വോയിസ് തന്നെയാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം കളർ വോയിസ് തന്നെയാണല്ലോ ഓക്സിജൻ വോയിസും വന്നത്. അപ്പോൾ ആ ഒപ്റ്റിമൈസേഷൻ നമുക്ക് ഇവിടെയും കിട്ടും എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു ഓക്സിജൻ വോയിസിൻ്റെ ഒരു ഫീല് കുറച്ച് മാറ്റം വന്ന് കളർ വോയിസിലേക്ക് പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്ക് പേഴ്സണലി ആ ഒരു പേരിലായിരുന്നു ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ അത് പോകണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യൂസർ ഇന്റർഫേസിൽ വലിയ മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല. അത് കളർ വോയിസ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു നല്ല തീരുമാനമാണോ, അതോ ഓക്സിജൻ വോയിസിന്റെ നിങ്ങളൊരു ഫാൻ ആയിരുന്നോ, അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമന്റ് സെക്ഷനിൽ ഡെഫിനറ്റായി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.